ഇന്ന് കാലത്തെ തന്നെ വെജിറ്റബിൾ റൈസ് വെക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. അതിനായിട്ട് ബാസ്മതി റൈസ് 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വെജിറ്റബിൾ റൈസിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാം കേട്ടോ. ഞാൻ എപ്പോഴും വെജിറ്റബിൾസ് വെള്ളത്തിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് മുക്കി വെക്കാറുണ്ട്. അപ്പോൾ അതിലെ അണുക്കളെല്ലാം ഒന്ന് നശിച്ചു. ഇനിയിപ്പോൾ നമ്മളുടെ വെജിറ്റബിൾസ് എല്ലാം തന്നെ നല്ല രീതിക്ക് ഒന്ന് കട്ടാക്കി മാറ്റി വയ്ക്കാം. ഇതുപോലെ ഒരേ സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി സാലഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. സാലഡിനായിട്ട് 1 ക്യാരറ്റ്, ഹാഫ് ബേബി കുക്കുംബർ, 1 ഓണിയൻ, ഇത്രയും ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. അത് ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ബേബി കുക്കുംബറും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തൈര് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ വെജിറ്റബിൾ റൈസ് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 to 5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. സവാള ഒരു ഹാഫ് സോട്ടായി വരുമ്പോഴത്തേനും നമ്മളുടെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. തക്കാളിയും സവാളയും എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം. അതിനുശേഷം നമ്മളുടെ വെജിറ്റബിൾസ് എല്ലാം തന്നെ ഇതിലേക്ക് ഒന്ന് തട്ടിക്കൊടുക്കാം. വെജിറ്റബിൾസ് കൂടെ ചേർത്തിട്ട് എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വെജിറ്റബിൾസ് എല്ലാം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളായിട്ട് മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ മസാലയും ഒരു 1 to 2 ടേബിൾ സ്പൂൺ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ പൊടികളെല്ലാം ചേർത്തിട്ട് വീണ്ടും ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് എടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളമാണ് കേട്ടോ. 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് മല്ലിച്ചപ്പ് കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കണം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 to 10 മിനിറ്റോളം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സ് ഒന്ന് പാക്ക് ചെയ്തെടുക്കാം. ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്നതിലേക്കായിട്ട് ലഞ്ച് ബോക്സ് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ലഞ്ച് ബോക്സിലും റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി തൈര് സാലഡ് കൂടെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിലായിട്ട് വീണ്ടും കാണാം.